From the director of classics like That's why he's the GOAT! but he has so many bombs. ഇതെന്ന പ്രമാദം ഇതിവിടെ പെസലൈറ്റ് ഒന്ന് ഇരിക്കേ കൂവിടാ. തമിഴിൽ കണ്ടിന്യൂസ് ആയിട്ട് പണം പൊട്ടിച്ചുകൊണ്ടിരുന്ന ലിംഗസ്വാമി തെലുങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പണം പൊട്ടിച്ചുകൊണ്ടിരുന്ന റാംപൂത്തിനെ ഒന്നിച്ച ഒരു മെഗാ ബ്ലാസ്റ്റ് ആയിരുന്നു ദ വാരിയർ. Meet the hero Satya. Same time he doing multiple jobs. Not പടത്തിലെ ഹീറോ ആയ സത്യ ഒരു ഡോക്ടറുമാണ്, ഇത് കൂടാതെ അവൻ പോലീസുമാണ്. meet the villain Guru. ആരെ കണ്ടാലും ചോക്ലാം അടിക്കുന്ന സിൻഡ്രം. ഈ സിനിമ ആക്ച്വലി നല്ലൊരു പടമാണ്. അത് ഒരു 15 വർഷം മുന്നേ ഇറങ്ങിയിരുന്നെങ്കിൽ ലിംഗസ്വാമിയുടെ തന്നെ സണ്ടക്കോഴി ഒരു 25%. പിന്നെ ബാക്കിയുള്ള ഒരു യൂഷ്വൽ കൊമേഴ്ഷ്യൽ തെലുങ്ക് ടെംപ്ലേറ്റ് അവിടെ ഇവിടെ വെച്ച് ഒരു അവിയൽ പടമായിരുന്നു ഇതേ വാരിയർ എന്ന സിനിമ. ഒരു കഥ சொல்லிட்டா சார். ഹോളി നടക്കുന്ന ഒരു സ്ഥലം. ഈ സ്ഥലത്ത് കുറെ കൊച്ചു കുട്ടികൾ ചേർന്ന് ഹോളി വാരി എറിയാണ്. ഒരമ്മയുടെ അടുത്ത് ചെന്ന് കളർ വാരി എറിയാൻ തുടങ്ങിയപ്പോൾ ഈ അമ്മ പറയുന്നു, നിനക്കൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മോന്റെ ദേഹത്ത് കളർ വാരി എറിയാം. ഇത് കഴിഞ്ഞ് ഒരു പെൺകുട്ടിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, നീയൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ അനിയന്റെ ദേഹത്ത് കളർ വാരി എറിയണം. ഇത് കഴിഞ്ഞ് മറ്റൊരാളുടെ അടുത്ത് ചെന്നപ്പോ ആ പുള്ളിയും പറഞ്ഞു, നീയൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ അനന്തരവന്റെ അടുത്ത് കളർ വാരി എറിയണം. ഇത്രയും ബിൽഡപ്പ് എന്തിനാണ്? ഇതാണ് ഹീറോയുടെ എൻട്രി. അത് കഴിയുന്ന സ്ഥിരം തെലുങ്ക് പടത്തിലുള്ള പോലെ ഒരു ഇൻട്രോ സോങ്. അടുത്തത് ഹീറോയിന്റെ എൻട്രി. മഹാലക്ഷ്മി. വെറും മഹാലക്ഷ്മി അല്ല, വിസിൽ മഹാലക്ഷ്മി. പുള്ളിക്കാരി ഒരു ആർജയാണ്. ഇന്നത്തെ കാലത്ത് ട്വിറ്ററും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എല്ലാം ഉള്ള കാലത്തും ഈ മഹാലക്ഷ്മിയുടെ വോയിസ് കേൾക്കാനായി എല്ലാരും FM വെച്ച് കാത്തിരിക്കുകയാണ്. അതായത് പുള്ളിക്കാരി എന്ത് പറഞ്ഞാലും ആ നാട്ടിൽ വൈറലാണ്. യൂസ് യുവർ ബ്രെയിൻസ്. ഓർമ്മയില്ല? സൂക്ഷിച്ചു നോക്ക്. ഒരവനും ഓർമ്മയില്ല? എടാ മരത്തലയന്മാരെ, തലച്ചോറില്ലേ ഒരുവനും? കണ്ടിട്ടില്ലേ ഇതിനു മുമ്പ്? പ്ലീസ് യൂസ് യുവർ ബ്രെയിൻ. തോറ്റ് കരഞ്ഞ അരീക്കോട് മൈതാനിയിൽ ഒരു കൂട്ടം പുതിയ കുട്ടികളുമായി മലപ്പുറം മോർണിംഗ് സ്റ്റാർ തോൽക്കാനിറങ്ങിയതായിരുന്നു. ഒരു ഗോളി എന്ത് ചെയ്യാനാണ്? കിടക്കാൻ പിന്നിലേക്ക് മാറാണ്, ഏറെ പിന്നിലേക്ക്, ഇനിയും പിന്നിലേക്ക്. ഏറെ കണക്കൂട്ടിയ ഒരു എക്സ്പെരിമെന്റിനായി ടെസ്റ്റ് ട്യൂബ് വെക്കുമ്പോൾ பிரசாத் 11A நேம் போர்டுக்கு ஆர்டர் கொடுத்திருக்காரு. அந்த நேம் போர்டை செஞ்சவனும் வீட்ல போய் ஃபிக்ஸ் பண்ணிட்டு 17 മിനിറ്റിൽ റിംഗോ സ്റ്റാറിൽ നിന്ന് വന്ന സാനി മൊയ്തീൻ എന്ന ഗോൾ നീട്ടിയടിച്ചപ്പോൾ മെലിഞ്ഞ കാലുള്ള സെന്റർ ഫോർവേഡിൽ കിട്ടിയതോടെ മോർണിംഗ് സ്റ്റാറിന്റെ ചരിത്രം തുടങ്ങി. ചാലിയാറിൽ മുങ്ങാങ്കുഴി ഇടുന്ന പോലെ 50 വാരകൾക്കിപ്പുറം നിന്ന് ആ സെന്റർ ഫോർവേഡ് കൊടുത്ത ഗോളിൽ ഇപ്പോഴും നീ പറഞ്ഞു വേറെ പടമായല്ലോ. എന്റെ ഭഗവാനെ, ഞാൻ മാറ്റിനെ പോയി. ഞാൻ എവിടെ നിർത്തിയത്? ഹീറോയിനെ കാണുന്ന ഫസ്റ്റ് സീൻ. പക്ഷെ ഹീറോ സിഗ്മ ആയതുകൊണ്ട് അവളെ മൈൻഡ് ചെയ്യത്തില്ല. ഡ്രൈവർ മഹാലക്ഷ്മിയോട് വഴി ചോദിക്കും. പക്ഷെ ഇവളുടെ ആറ്റിറ്റ്യൂഡ് കണ്ട് ഇവള് പറയുന്ന വഴി അല്ലാതെ വേറെ വഴിക്കൂടെ വീട്ടിൽ ചെല്ലും. പക്ഷെ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഇവളുടെ വീട്ടിലോട്ടാണ് ഇവർ വഴി ചോദിച്ചത്. അതായത് ഇവളുടെ ഓപ്പോസിറ്റ് ഉള്ള വീട്ടിലാണ് ഈ ഹീറോയും ഹീറോയുടെ അമ്മയും താമസിക്കാൻ വന്നത്. ബൈ ദ വേ, ആ ക്യൂട്ട്നെസ് പുള്ളിക്കാരൻ ഇഷ്ടപ്പെടുന്നു. സത്യ ഒരു ഡോക്ടറാണ്. ഈ ഡോക്ടറായ സത്യ ജോയിൻ ചെയ്യാൻ ചെല്ലുന്ന ആദ്യ ദിവസം തന്നെ ഒരു സീരിയസ് എമർജൻസി കേസ് അറ്റൻഡ് ചെയ്യുന്നു. ഇത് അറ്റൻഡ് ചെയ്യുന്നതോടുകൂടി അവിടുത്തെ സീനിയർ ഡോക്ടർക്ക് ഇതേ സത്യയെ ഇഷ്ടപ്പെടുന്നു. തലേ ദിവസം നടന്ന ആ എക്സ്പീരിയൻസ് FM-ലുള്ള മഹാലക്ഷ്മി FM-ലൂടെ ലോകം മുഴുവൻ അറിയിക്കും. വീട്ടിൽ നിന്ന് ഹീറോയിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കും. എന്നിട്ട് അവളുടെ അച്ഛൻ പറയും, ദേ എന്റെ മോള് വിഷം കഴിച്ചു, കല്യാണത്തിന് സമ്മതിക്കുന്നില്ല. പക്ഷെ ഇവള് ഫേക്ക് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഡോക്ടർക്ക് ഇത് മനസ്സിലായി. ഡോക്ടർ ഇവളെ വീട്ടിലേക്ക് പറഞ്ഞയക്കും. പിറ്റേ ദിവസം ഇവിടെ അച്ഛൻ വിഷം കഴിക്കും. ഇതിന് മോളോട് ഡോക്ടർ പറയും,
നീ എന്ന് കല്യാണം കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ, അതുകൊണ്ട് നീ കല്യാണത്തെ സമ്മതിക്കുക, അങ്ങനെയാണ് നിന്റെ അച്ഛൻ രക്ഷപ്പെടും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഡോക്ടർ എന്ന് അച്ഛനോട് പറയും, ദേ മോള് കല്യാണത്തെ സമ്മതിച്ചു. പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ്, അതായത് ഈ മോളുടെ കല്യാണമല്ല, അച്ഛന്റെ കല്യാണത്തിനായിരുന്നു മോള് സമ്മതിക്കാതെ. കല്യാണോ എനിക്കില്ല, അവര് എന്റെ 20 മിനിറ്റ് തിരിച്ചു താളാ. നെക്സ്റ്റ് സീനിൽ കാലകേനെ പോലെ ഒരാൾ ഇൻട്രോ കൊടുക്കുന്നു. ആ നാട്ടിൽ ഒരു കൂട്ടം ഗുണ്ടകൾ വന്ന് ഒരാളെ വെട്ടിക്കൂട്ടുന്നു. ഇത് സ്ഥിരം തെലുങ്ക് പടത്തിൽ കാണാറുള്ള സാധനമാണ്. അതായത് അവിടെയുള്ള നാട്ടുകാരൊന്നും തന്നെ ഇത് മൈൻഡ് ചെയ്യത്തില്ല. ഇത് കണ്ടോണ്ട് വരുന്ന നായകനെയും തൊട്ടൊരു സീനും കാണിക്കും. പക്ഷേ ഈ സീനിൽ ഒരു ഫൈറ്റ് ഉണ്ടാവുന്ന എല്ലാവരും പ്രതീക്ഷിക്കും. പക്ഷെ പുള്ളി ഒരു ഡോക്ടർ ആയതുകൊണ്ട് നേരെ ആശുപത്രിയിൽ ചെന്ന് ഒരു ഓപ്പറേഷനിലൂടെ ഇയാൾക്ക് ജീവൻ കൊടുക്കും. ഇത് നടന്നു കഴിയുമ്പം സത്യ അമ്മയെ വിളിച്ചിട്ട് പറയാം, അമ്മേ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു, കാരണം ഇന്നൊരാൾക്ക് ജീവൻ തിരിച്ചു കിട്ടി, അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പുണ്യവാനായി മാറി. ഇത് പറഞ്ഞു തീരുന്ന സ്പോട്ടില് കുറെ ഗുണ്ടകൾ വന്ന് ഇവനെ ഞാൻ കൊല്ലും. A few moments later. പക്ഷെ ഇവിടെ എന്തിനാ ബീജി വിട്ടത്? ഇയാളെ കൊന്നിട്ട് പോകുന്ന വില്ലന്മാരെ ചോദിക്കാൻ ചെല്ലുന്നത് സത്യയെ ഇതേ സീനിയർ ഡോക്ടർ തടയും. എന്നിട്ട് സ്ഥിരമായി കേൾക്കാറുള്ള ആ ഡയലോഗ് പറയും, നിനക്ക് അറിയത്തില്ലടാ അവന്മാർ ആരാന്ന്. குருவோட ஆளுங்க குரு பேசுறேன் குரு தாண்டா பேசுறேன். എന്നിട്ട് നമ്മൾ കണ്ടു മടുത്തിട്ടുള്ള ഒരു ഫ്ലാഷ് ബാക്കും പറയും, ആ വന്നത് ഗുരുവിന്റെ ആളുകളാടാ. ഗുരു ഒരു ഗുണ്ടയാണ്. 14ാമത്തെ വയസ്സിൽ തന്റെ അച്ഛനെ കൊന്നവനെ കൊന്നിട്ട് ജയിലിൽ പോയ ആളാണ് ഇതേ ഗുരു. ഈ ജയിലിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഈ ഗുരു വലിയൊരു ഗാങ്സ്റ്ററാണ്. ഇതെന്തോന്ന് ബീജിയം. പക്ഷെ ഈ ഗുരു ജയിലിൽ നിന്ന് തിരിച്ചിറങ്ങി വരുമ്പോഴത്തേക്ക് ആ നാട്ടിൽ നമ്മുടെ ജംഗ്ലി റമി ലാല് വലിയൊരു ഗാങ്സ്റ്റർ ആയിട്ട് മാറും. നമ്മുടെ ഗുരു നേരെ ചെന്ന് ഇവനെ ചോക്സ്ലാം അടിക്കും. എന്നിട്ട് ഇവനെ വിറപ്പിക്കും. അങ്ങനെ നമ്മുടെ ഗുരു അവിടുത്തെ വലിയൊരു ടെററായിട്ട് മാറും. അങ്ങനെ മധുര സിറ്റി ഗുരുവിന്റെ കൺട്രോളിലാവും. ഈ ഗുരുവിന്റെ ഈ കലിപ്പത്തരങ്ങൾ കണ്ട് ഒരു കാന്താരി പുള്ളിക്കാരനും ഉണ്ട്. ഈ ഗുരു കുഞ്ഞിലെ ഒരാളെ കൊന്നില്ലേ, അയാളുടെ മോൻ പ്രതികാരം വീട്ടാനായിട്ട് ഗുരുവിനെ കൊല്ലാൻ വരും. പക്ഷെ ഗുരു അവനെ തടഞ്ഞിട്ട് അവനെ ഇയാളുടെ കൂടെ നിർത്തും. അങ്ങനെ ഈ ഫ്ലാഷ് ബാക്ക് കേട്ട് ബോധം പോയ സത്യ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈന്റ് കൊടുക്കും. ഈ പോലീസുകാരൻ ഗുരുവിന്റെ ആളാ. ഇങ്ങനെ ഈ കംപ്ലൈന്റ് കൊണ്ട് നേരെ ഗുരുവിന്റെ വീട്ടിലോട്ട് ചെല്ലും. ഗുരു ഈ സമയത്ത് റൂമിൽ ഉള്ളു വെബ് സീരീസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിറ്റേന്ന് സത്യ ചെന്ന് ആ കംപ്ലൈന്റ് തിരിച്ചു മേടിക്കും. പടം 2 ലാംഗ്വേജിലാണ് റിലീസ് വന്നത്, തമിഴിലും തെലുങ്കിലും. അപ്പൊ തെലുങ്ക് സിനിമയുടെ ഫോർമാറ്റ് ഇതുവരെ കാണിച്ചു. ഇനി തമിഴ് കാണിക്കാനായിട്ട് ഒരു ജെല്ലിക്കെട്ട് നടക്കുന്നുണ്ട്. ഈ ജെല്ലിക്കെട്ട് നടക്കുന്നിടത്ത് വെച്ച് ഇതേ ഹീറോയിനും തമ്മിൽ ഒരു മീറ്റപ്പ് ഉണ്ട്. ആ ജെല്ലിക്കെട്ട് നടക്കുന്നിടത്ത് വെച്ച് നായികയെ ഒരു കാള കുത്താൻ വരുമ്പോൾ നായകൻ പൊക്കിയെടുക്കും. ഈ ഒരൊറ്റ സീനിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ ജെല്ലിക്കെട്ട് വരെ അവരവിടെ നടത്തുന്നത്. പിന്നെ തെലുങ്ക് കൂടെ പറ്റേ ആ ഒരൊറ്റ പൊക്കിയെടുക്കൽ കൊണ്ട് തന്നെ സെറ്റായി. ഇത് കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ ഒരു സീരിയസ് ഇഷ്യൂ നടക്കും. അതായത് അവിടെയുള്ള മരുന്നുകളെല്ലാം ഭയങ്കര ലോ ക്വാളിറ്റി ഉള്ളതാണ്. ഈ മരുന്നുകൾ വരുന്നത് ഗുരുവിന്റെ കമ്പനിയിൽ നിന്നുമാണ്. അങ്ങനെ ഈ മരുന്നുകൾ പന്നലായതുകൊണ്ട് അവിടെയുള്ള ഒരുപാട് കുട്ടികൾ സ്പോട്ടിൽ മരിക്കും. നമസ്കാരം. ഒരു പരമ ചെറ്റ. അങ്ങനെ ഈ ഗുരുവിനെതിരെ ഇതേ സത്യ കൊണ്ട് വീണ്ടും കേസ് കൊടുക്കും. അങ്ങനെ ആ മരുന്ന് കമ്പനി പൂട്ടും. അങ്ങനെ ആദ്യമായിട്ട് ഹീറോ വില്ലൻ മീറ്റപ്പ് ആണ്. പക്ഷെ അതിന്റെ ഇടയ്ക്കും റൊമാൻസ് നടത്താൻ പോകും. പക്ഷെ ഈ റൊമാൻസിന്റെ ഇടയ്ക്ക് വന്നാണ് വില്ലൻ ഇവനെ എടുത്തിട്ട് അടിക്കുന്നത്. അങ്ങനെ ആ ഫൈറ്റിന് ശേഷം അവനെ ഷർട്ടൊക്കെ ഹാങ്കർ ഇടുന്ന പോലെ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് അങ്ങ് പോകും. പിന്നത്തെ കഥ 2 വർഷം കഴിഞ്ഞിട്ടുള്ള കഥയാണ് കാണിക്കുന്നത്. 2 വർഷം കഴിയുമ്പോഴത്തേക്ക് ഗുരു അവിടെ ഒരു MLA ആകാൻ പോവാണ്. പക്ഷെ ഒരു ന്യൂസ് ചാനലിൽ ഗുരുവിനെ കുറിച്ച് ഒരു ന്യൂസ് വരും. ആ ന്യൂസ് റിപ്പോർട്ടറെ കൊല്ലാനായിട്ട് ഗുരു ഏർപ്പാടാക്കും. അവൾ ഓടിച്ചെന്ന് റെയിൽവേ സ്റ്റേഷനിൽ കയറും. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ആണ്ടെ നമ്മുടെ ഇതേ സത്യ അവിടെ IPS കമ്മീഷണറായിട്ട് മാറി വന്ന് വീണ്ടും യുമാരെ നോക്കി ഇങ്ങനെ നിൽക്കും. അതായത് ചില്ലറ കമ്പാക്ക് ഒന്നും അല്ല നമ്മൾ സത്യ കൊടുത്തത്. ഒരു സാധാരണ ഡോക്ടറായിട്ട് വന്ന് അതുകൊണ്ട് പറ്റത്തില്ല, എനിക്ക് നാട് ക്ലീൻ ആക്കണമെന്ന് പറഞ്ഞ് നേരെ പുള്ളി ആ വാശിക്ക് പോയി IPS എടുക്കും. അങ്ങനെ ഒരു കമ്മീഷണറായിട്ടാണ് നമ്മുടെ സത്യ തിരിച്ചു വന്നത്. വീട്ടിൽ നിന്ന് ഗുരുവിനെതിരെ ഇലക്ഷൻ നിൽക്കാൻ വന്ന ഒരാളെ ഇതേ ഗുരു കൊല്ലും. നെക്സ്റ്റ് സീനിൽ നമ്മൾ സത്യ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരു മാസ് പെർഫോമൻസ് ഉണ്ട്. സീനിയർ ആയിട്ട് വരുന്ന ഒരു ഓഫീസറെ ഒക്കെ കയറി ഈ സത്യ അങ്ങ് തല്ലും. ഇത് കഴിയുമ്പോൾ നേരെ മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് ഇതേ സത്യ ചെല്ലും. പക്ഷെ തൊള്ളാനൊന്നുമല്ല, ഈ FM-ലൂടെ പുള്ളി സ്വയം ബിൽഡപ്പ് കൊടുക്കും.
പക്ഷെ ഈ 2 കൊല്ലമായിട്ട് ഇവനെ കുറിച്ച് തിരക്കിയത് പോലും ഇല്ലല്ലോ. ഈ ബിൽഡപ്പ് കഴിഞ്ഞ് സ്റ്റേഷനിൽ ചെല്ലുന്ന ഇവനെ ഒരുത്തം വന്ന് ഊക്കും. ഇങ്ങനെ നല്ല ഫ്ലോയിൽ ഈ പടം പൊക്കോണ്ടിരിക്കും. അതിന്റെ ഇടയിൽ റൊമാൻസ് കൊണ്ടുവന്ന് ഫ്ലോ അങ്ങ് കളയും. അത് കഴിയുമ്പോൾ നേരെ വില്ലനും ഹീറോയും തമ്മിൽ വീണ്ടും ഒരു ഫേസ് ഓഫ്. അവിടെ വെച്ച് ഇതേ സത്യക്ക് കാളയമായിട്ടൊരു ഫൈറ്റ്. ഇത് കഴിയുമ്പോൾ മഹാലക്ഷ്മിയുടെ ഈ ക്രിഞ്ചടി കാരണം ഈ വില്ലന്മാർ വന്ന് ഇവളെ പിടിച്ചോണ്ടങ്ങ് പോകും. ഹീറോ അവിടെ പോയി അവളെ രക്ഷിക്കും. കോപ്പ് രക്ഷിക്കണ്ടായിരുന്നു. വീട്ടിൽ ആ ഒരു സീനിയർ ഡോക്ടർ ഇല്ലായിരുന്നു, അയാളെ ഈ ഗുരു കൊല്ലും. അതിന് സാക്ഷിയായി നിന്ന ആളെ ഇവന്മാര് കൊല്ലും. പിന്നെ ഇവന്മാർ തമ്മിലൊരു ഫോൺ വിളി, ഐ ആം വെയിറ്റിംഗ് ഡയലോഗ്. പക്ഷെ ഒരാളെ കൊന്നില്ലേ, അയാളിൽ നിന്ന് ഒരു USB ഇതേ സത്യ കണ്ടുപിടിക്കും. ആ USB-ക്കകത്ത് മുഴുവൻ ഗുരുവിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരുന്നു. പിറ്റേന്ന് ഇലക്ഷന്റെ പ്രചരണം നടക്കും. അവിടെ വെച്ച് ഇതേ ഗുരുവിനെ ഇതേ സത്യയെ അറസ്റ്റ് ചെയ്യും. ബിറ്റ്വീൻ കിടിലം VFX കേട്ടോ. പിന്നെ ലേഡി റോളക്സിന്റെ ഉണ്ട്. ലൈഫ് ടൈം സെറ്റിൽമെന്റോ. അന്ന് രാത്രി ഒരു ആക്സിഡന്റ് പറ്റി ഇതേ മഹാലക്ഷ്മിയുടെ സൗണ്ട് പോകും. അടുത്ത സീനിൽ ഗുരു വെളിയിൽ ഇറങ്ങും. പക്ഷെ ഈ ഗുരുവിനെ കൊല്ലാനായിട്ട് ഒരുത്തൻ ആ വീട്ടിൽ നിന്നില്ലായിരുന്നു. അവൻ ഇവനെ ഊക്കി വെച്ച് ഇറങ്ങിപ്പോകും. അത് കഴിയുമ്പോൾ പിന്നെ ക്ലൈമാക്സ് ഫൈറ്റ്. ഈ ഫൈറ്റ് കഴിയുമ്പോൾ സത്യയെ എങ്ങനെയാണ് ഗുരു കൊളുത്തിയിട്ടത് അതേപോലെ ഇവനെ കൊളുത്തിയിട്ടിട്ട് സത്യ നടന്നു പോകും. പിന്നൊന്നുമില്ല, പടം തീർന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരും ബൈ. തെലുങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പടം പൊട്ടിച്ചു. തെലുങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പടത്തിലെ ഹീറോ എനിക്ക് ഒരുപാട്, അതുകൊണ്ട് തന്നെ ബൈ.